ചേരുന്നത് മിഥുൻ നിരവധിയായ ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു VC-യെ നിയമിക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുക? സംസ്ഥാനത്ത് മാത്രമല്ല പുറത്ത് ഉള്ള മറ്റ് സർവകലാശാലകളിലും ഇത്തരം നിയമനങ്ങൾ നടക്കുമ്പോൾ അതൊരു അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി മാറില്ലേ? നിരവധിയായ ചോദ്യങ്ങൾ ശേഷിക്കുകയല്ലേ മിഥുൻ? അഭിലാഷ്, ഇപ്പോൾ കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുത്ത നടപടികളിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് ഈ രണ്ട് സർവകലാശാലയിലെയും VC-മാരെ സുപ്രീം കോടതി നേരിട്ട് നിയമിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന തീരുമാനം എന്നുള്ളത് തന്നെയാണ്. അതായത് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സർക്കാരും ഒപ്പം തന്നെ ഗവർണറും ഓരോ പേര് വീതമുള്ളവരുടെ ലിസ്റ്റ് അത് സുപ്രീം കോടതിയിൽ സീൽ വെച്ച കവറിൽ സമർപ്പിക്കണമെന്നുള്ളതാണ്. അതായത് നേരത്തെ നമുക്കറിയാം സാങ്കേതിക സർവകലാശാലയിൽ 2 പേരുടെ പേരാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്, 2 പേരുടെ പേര് ഗവർണറും മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ 4 പേരുടെ പേരായിരുന്നു സാങ്കേതിക സർവകലാശാലയിൽ ഉള്ളത്. അതേ രീതിയിൽ തന്നെയായിരുന്നു ഡിജിറ്റൽ സർവകലാശാലയും ഉള്ളത്. അത് ഒന്നായി ചുരുക്കിക്കൊണ്ട് ഗവർണർക്കും ഒരു പേര് സമർപ്പിക്കാം, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും ഒരു പേര് സമർപ്പിക്കാം. അത് ഉടൻ തന്നെ അത് എന്ന് സമർപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ അതൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അല്പസമയത്തിനകം തന്നെ ആ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അത് ഇനി ശേഷം ഈ 2 പേരുകളിൽ ആര് വേണമെന്ന് ഉള്ള അന്തിമ നിലപാട് അല്ലെങ്കിൽ അന്തിമ തീരുമാനം സുപ്രീം കോടതി കൈക്കൊള്ളുമെന്നുള്ളതാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗവർണറെ സംബന്ധിച്ചും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും കനത്ത തിരിച്ചടി തന്നെയാണ്. ആരുടെ പേരാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 2 പേർക്കും ഒരേ രീതിയിൽ തന്നെ കനത്ത തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നു. വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനം സുപ്രീം കോടതി തന്നെ ഈ ഒരു വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഒരു സമവായത്തിലെത്താൻ സാധിച്ചില്ല എങ്കിൽ നേരിട്ട് സുപ്രീം കോടതി തന്നെ ഈ 2 VC-മാരെ നിയമിക്കുമെന്നുള്ള ഒരു കർശന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ നടപ്പിലാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നു. അഭിലാഷ്, യെസ്, അതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന തീരുമാനമെന്നത്. അതായത് മിഥുൻ ഈ സൂചിപ്പിച്ച പോലെ തന്നെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പേരിലേക്ക് സുപ്രീം കോടതി എത്തുമ്പോൾ പോലും അത് വീണ്ടും പ്രതിസന്ധികൾ രൂക്ഷമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തേണ്ടത് സുപ്രീം കോടതിയാണോ? ഈ കോടതിയിലേക്ക് വീണ്ടും വിഷയങ്ങൾ എത്തിപ്പെടാനുള്ള സാധ്യത കാണുന്നു. ഈ സംസ്ഥാനത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെയും VC-മാരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായാൽ അത് കോടതി തീരുമാനിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയല്ലേ ഇപ്പോഴുള്ളത്? നിലവിലെ ഈ സാഹചര്യത്തിൽ എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വിഷയം പലതവണ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നതാണ്. അതായത് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്ന തരത്തിൽ ഒരു തരത്തിലും നടപടികൾ ബാധിക്കാൻ പാടില്ല എന്ന രീതിയിലായിരുന്നു സുപ്രീം കോടതി അന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഈ കേസ് പരിഗണിച്ചപ്പോഴും സമാനമായ രീതിയിലുള്ള പരാമർശം, അത് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഒരു കടുത്ത വിമർശനം ഇരുകൂട്ടർക്കെതിരെയും സുപ്രീം കോടതി ഉന്നയിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അതായത് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ്, അതായത് ഇരുകൂട്ടരും കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ സംവാദത്തിലെത്താൻ സാധിച്ചില്ല എങ്കിൽ ആ കാര്യങ്ങൾ ഇരു കൂട്ടരും പറഞ്ഞ് ഇതൊന്ന് പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്ന തരത്തിലേക്ക് പോകരുത്. അതൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് ഉടനടി തന്നെ തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു കടുത്ത നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ആ നിർദ്ദേശം വന്നിട്ട് പോലും തന്നെ ഇങ്ങനെ ഒരു സംവാദത്തിലെത്താൻ സംസ്ഥാന സർക്കാരിനോ ഗവർണർക്കോ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ ഒരു സംവാദത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും തന്നെ അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സാവകാശം ചോദിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു സംസ്ഥാന സർക്കാരുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ചർച്ചകൾ വേണം. ആ ചർച്ചകളിലൂടെ സംവാദത്തിലെത്താൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു തരത്തിലുമുള്ള ചർച്ച വേണ്ട, ഒരു സംവാദത്തിലേക്ക് പോകേണ്ടതില്ല. അക്കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി തന്നെ നോക്കിക്കോളാം. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. സുപ്രീം കോടതി തന്നെ ഇനി ഈ VC നിയമനം നടത്തിക്കൊള്ളാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2 കൂട്ടർക്കും, അതായത് വിയോജിപ്പുള്ള 2 കൂട്ടർക്കും ഓരോ പേരുകൾ നിർദ്ദേശിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് എത്രത്തോളം സമയം പരിധി നൽകിയിരിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അഭിലാഷ്, അതായത് ഈ വിഷയത്തിൽ എത്ര ദിവസത്തിനുള്ളിൽ തന്നെ ഈ സുപ്രീം കോടതിയിൽ അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്ത ബുധനാഴ്ചക്കകം ഈ പേര് വിവരങ്ങൾ നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ബുധനാഴ്ചക്കകം തന്നെ ഈ 2 പേരും, അതായത്
ഗവർണറും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഓരോ പേര് വീതം, അതായത് ഡീറ്റെയിൽ സർവകലാശാലയെ ഗവർണർക്ക് നിർദ്ദേശിക്കാവുന്ന പേര് നൽകണം. ഒപ്പം തന്നെ അതേ യൂണിവേഴ്സിറ്റിയിൽ സംസ്ഥാന സർക്കാരിന് നൽകാനുള്ള പേര് ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകണം. അങ്ങനെ 2 സർവകലാശാലയിലും ഓരോ പേര് വീതം ഇരു കൂട്ടർക്കും നൽകാമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും സെർച്ച് കമ്മിറ്റിയിൽ നിരവധി പേരുകൾ ഉണ്ടായിരുന്നു. ആ പേരുകളിലൊക്കെ മറ്റു പേരുകളൊക്കെ പരിഗണിച്ചൂടെ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സുപ്രീം കോടതിയും ചോദിച്ചതാണ്. പക്ഷേ അക്കാര്യത്തിലൊന്നും ഒരു സമവായത്തിലെത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ ആഴ്ച ഈ കേസ് സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്ന വേളയിൽ അതിനു മുമ്പ് തന്നെ ഗവർണർ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികളെയാണ് ഇത്തരത്തിൽ VC സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പേര്, അതായത് ഡോക്ടർ സിസ തോമസിന്റെയും ഒപ്പം തന്നെ പ്രിയ ചന്ദ്രന്റെയും പേര് അത് ഇരു സർവകലാശാലയെയും നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കണം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇനി ഈ പേരുകൾ പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ച് ഗവർണറിന് നൽകാൻ പോകുന്ന ഈ 2 പേരുടെ പേര് തന്നെയാണോ എന്ന് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ സജീവ് ഗോപിനാഥിന്റെയും ഒപ്പം തന്നെ സതീഷ് കുമാറിന്റെയും പേരിൽ ഉറച്ചുകൊണ്ട് ആ പേരുകൾ തന്നെ ആയിരിക്കുമോ നൽകുന്നതെന്നും കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഈ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി ഡോക്ടർ സജീവ് ഗോപിനാഥൻ എന്ന് പറയുന്നത് ചില സാങ്കേതിക സർവകലാശാലയിൽ തന്നെ ചില ആരോപണങ്ങൾ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ സുപ്രീം കോടതി പരിഗണിച്ചാൽ അത് ചിലപ്പോൾ ഗവർണർ മുന്നോട്ട് വെക്കുന്ന പേരിന് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ 2 പേർക്കും കടുത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി നേരിട്ട് നിയമനം നടത്തുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. യെസ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലേക്ക് സുപ്രീം കോടതി നേരിട്ട് ഇടപെടുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. കോടതി അനുവദിച്ച സമയം കഴിഞ്ഞു. കോടതി തന്നെ സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു. ആ സെർച്ച് കമ്മിറ്റി ഏതാനും പേരുകൾ നിർദ്ദേശിക്കുന്നു. ആ പേരിൽ പോലും ഗവർണറും സർക്കാരും തമ്മിൽ സമവായത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ ആണ് കോടതി കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. ഇപ്പോഴിതാ സർക്കാരിനോടും ഗവർണറിനോടും സീൽ വെച്ച കവറിൽ പേരുകൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആ പേരുകൾ നിർദ്ദേശിക്കുന്നതിൽ നിന്ന് ആയിരിക്കും സുപ്രീം കോടതി അന്തിമമായി 2 പേരുകൾ തിരഞ്ഞെടുക്കുക. അതിലൊന്ന് ഡിജിറ്റൽ സർവകലാശാല, മറ്റൊന്ന് സാങ്കേതിക സർവകലാശാല. അങ്ങനെ ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനം സുപ്രീം കോടതി നടത്താൻ പോകുന്നത്. അത് നിയമപരമായ വലിയ പോരാട്ടങ്ങൾക്ക് ഇനിയും വഴിവെക്കുന്ന ഒരു തീരുമാനമായി മാറും. സർവകലാശാലകളുടെ പരമാധികാരം ആർക്ക് എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതായി വരും. മാത്രവുമല്ല, ഒരു പക്ഷേ UGC ചട്ടങ്ങളിൽ അടക്കം വരും കാലങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെയൊരു തർക്കം സാധാരണ നിലയിൽ ഇത്രമേൽ രൂക്ഷമാകാറില്ല. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ സംസാരിച്ച് ആ തർക്കങ്ങൾ പരിഹരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതാ പലപ്പോഴായി അവസരം നൽകുന്നു ഈ സർവകലാശാലകളുടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും സമവായത്തിലെത്തുന്നതിന്. പക്ഷേ ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഗവർണർ ഏറ്റവും ക്വാളിറ്റിയുള്ള ആളുകളെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർ സർക്കാരുമായി സഹകരിക്കുന്നില്ല, സർക്കാരിൻ്റെ പക്ഷപാതപരമായ നിലപാടിന് കൂട്ടുനിൽക്കുന്നില്ല എന്നതിൻ്റെ പേരിലാണ് ആ പേരുകൾ വെട്ടിമാറ്റുന്നത് എന്ന വിമർശനം ഉന്നയിക്കുന്നു.